ഹരി ഓം. പാർട്ട് 2, 64 ശ്ലോകത്തിൻ്റെ പാർട്ട് 2. അപ്പോൾ ഇവിടെ അവിശ്രാന്തം എന്ന് പറഞ്ഞാൽ ഇടവിടാതെ, നിരന്തരം എന്നൊക്കെ അർത്ഥം. പത്യുർഗുണഗണ കഥാമേട്രന ജപ, സ്വന്തം ഭർത്താവായ പരമശിവൻ്റെ ത്രിപുര വിജയം തുടങ്ങിയ ഗുണഗണ കഥകളുടെ വീണ്ടും വീണ്ടുമുള്ള ഉച്ചാരണമാകുന്ന ജപത്തോടു കൂടിയ, അതാണ് പത്യുർഗുണഗണകഥാമേട്രന ജപ. ഒറ്റ പദമായിട്ടും ചൊല്ലാം. അവിശ്രാന്തം പത്യുഹു എന്ന് വിസർഗം ചേർത്ത് നിർത്തിയിട്ട് ഗുണഗണകഥാമേട്രന ജപ, അല്ലെങ്കിൽ അവിശ്രാന്തം പത്യുർഗുണഗണകഥ ചേർത്ത് ഒറ്റപ്പദമായിട്ട്. അപ്പം ഭർത്താവായ പരമശിവൻ്റെ ത്രിപുര വിജയാദി ഗുണഗണ കഥകളെ വീണ്ടും വീണ്ടുമുള്ള ഉച്ചാരണമാകുന്ന ജപത്തോടു കൂടിയ തവ ജനനി, ജപത്തോടു കൂടിയ അല്ലയോ ജഗജ്ജനനി, അല്ലയോ ലോകമാതാവേ, നിന്തിരുവടിയുടെ ജിഹ്വാജയതി, നിന്തിരുവടിയുടെ ജിഹ്വ, നാവ്, അത് എങ്ങനെയുള്ള നാവെന്നാണ് പറയുന്നത്? രസന, രസന ജിഹ്വ എന്നൊക്കെ പറഞ്ഞാൽ നാവാണ് അർത്ഥം. അത് ജയിക്കട്ടെ, സർവോത്കർഷേണ ജയിക്കുന്നു, വർത്തിക്കുന്നു എന്നർത്ഥം. എങ്ങനെ? ജപാപുഷ്പച്ഛായ, ജപാപുഷ്പം നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ വിശദീകരിച്ച് പഠിച്ചതാണ്. ജപാപുഷ്പം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവ്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ കൂടിയ അല്ലയോ ലോകമാതാവേ, അങ്ങയുടെ നിന്തിരുവടിയുടെ ആ നാവ് സർവോത്കർഷേണ വർത്തിക്കുന്നു എന്നർത്ഥം. സാ യത് അഗ്രാസീനായാക, സാ ആ എന്നർത്ഥം. ആ യത്, ആ ഏതൊരു നാവ്, അതിൻ്റെ അഗ്രത്തിൽ, അഗ്രാസീനായാക, ആസീനം ചെയ്യുന്ന, ആസീനം ചെയ്യാതെ ഇരിക്കുക, ആ അഗ്രത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഫടിക ദൃഷതച്ഛവിമയി, സ്ഫടിക കല്ല്, ദൃഷത എന്ന് പറഞ്ഞ കല്ലാണ്. ആ സ്ഫടിക കല്ലിൻ്റെ ചവിമയി, ശോഭയോടുകൂടിയ, കാന്തിയോടുകൂടിയ സരസ്വത്യാമൂർത്തി, സരസ്വതി ദേവിയുടെ മൂർത്തി അല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ ശരീരം മാണിക്യ വപുഷ പരിണമതി, മാണിക്യ വപുസ് ആയിട്ട് പത്മരാഗവർണ്ണമായി ഉള്ള ശരീരമായി പരിണമിക്കുന്നു. റൂബി എന്നാണ്, മാണിക്യം എന്ന് പറഞ്ഞാൽ റൂബി, അതിൻ്റെ കളറായിട്ട് പരിണമിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവിയുടെ നാവിൻ്റെ അറ്റത്ത് സരസ്വതി ദേവി ഒരു മാണിക്യ കല്ലുപോലെ ശോഭിക്കുന്നു. അപ്പം ഇവിടെ അവിശ്രാന്തം, ഇടതടവില്ലാതെ, പത്യുഹു പതിയുടെ ഗുണഗണകഥാമേട്രന ജപ, ഗുണഗണ കഥകളെ ആവർത്തിച്ച് ജപിക്കുക, നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്ന ജപാപുഷ്പച്ഛായ, ചെമ്പരത്തിപ്പൂവിൻ്റെ കാന്തിയോടുകൂടിയ അല്ലയോ ജനനി, തവ ജനനി, തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, എന്ത്? ജിഹ്വ നാവ്, നാക്ക്, ജയതി അല്ലയോ ലോകമാതാവേ വിജയിക്കട്ടെ. സാ യത് അഗ്രാസീൻ, ആ ഏതൊരു, യഥ എന്ന് പറഞ്ഞാൽ ഏതൊരു അഗ്രാദാസീനായാക, അതാണ് അഗ്രാസീനായാക, അഗ്രത്തായി സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അഗ്രത്തായി ഇരിക്കുന്ന സ്ഫടിക ദൃഷതച്ഛ, സ്ഫടിക കല്ലിൻ്റെ, ദൃഷതം കല്ലാണ്, കല്ലിൻ്റെ ചവിമയി, ചവി എന്ന് പറഞ്ഞാൽ ശോഭ, നിഴല് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ശോഭ, കാന്തി, ആ ശോഭയോടുകൂടിയ
സരസ്വത്യാമൂർത്തി, സരസ്വതീ ദേവിയുടെ മൂർത്തി മാണിക്യവപുഷ പരിണമതി, മാണിക്യ കല്ല് പോലെ പരിണമിക്കുന്നു. അപ്പോൾ ഇവിടെ അർത്ഥം എന്തായിരിക്കും? അവിശ്രാന്തം പത്യൂർഗുണ, പത്യുഹു എന്നോ പത്യൂർ ഇർ ചേർത്തിട്ട് ഗുണഗണകഥാമേഡ്രനജപാം. അവിശ്രാന്തം പത്യുർഗുണഗണകഥാമേഡ്രനജപ ജപാ പുഷ്പച്ഛായ തവ ജനനി ജിഹ്വാ ജയതി സാ യഥാഗ്രാസീനായാഹ സ്ഫടികദൃഷദച്ഛവിമയീ സരസ്വത്യാമൂർത്തി പരിണമതി മാണിക്യവപുഷാം. അല്ലയോ ലോകമാതാവേ, സദാസമയത്തും സ്വന്തം ഭർത്താവായ പരമശിവൻ്റെ ത്രിപുര വിജയാദി ഗുണഗണ കഥകളുടെ നിരന്തരമുള്ള വീണ്ടും വീണ്ടുമുള്ള ഉച്ചാരണമാകുന്ന ജപത്തോടും ചെമ്പരത്തിപ്പൂവിൻ്റെ കാന്തി പോലെയുള്ള കാന്തിയോടും കൂടിയ നിന്തിരുവടിയുടെ രസന അല്ലെങ്കിൽ നാവ് സർവോത്കർഷേണ വർത്തിക്കുന്നു. ഈ രസനയുടെ അഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സരസ്വതീ ദേവിയുടെ സ്ഫടികം പോലെ അതിനിർമ്മലമായ ശരീരം പത്മരാഗമയമായി പരിണമിക്കുന്നു. ശുദ്ധ സ്ഫടിക സങ്കാശമായ വാണീദേഹം, വാണി സരസ്വതി ദേവിയുടെ ദേഹം രസനാരാഗവ്യാപ്തിയാൽ ആ നാവിൻ്റെ കാന്തി കൊണ്ട് അല്ലെങ്കിൽ കാന്തി നിറഞ്ഞിരിക്കുന്ന ആ പത്മരാഗ സങ്കാശമായി ഭവിക്കുന്നു, പത്മരാഗം പോലെ ഭവിക്കുന്നു. അപ്പം ശുദ്ധ രക്തവർണ്ണമായി തീരുന്നു എന്നർത്ഥം. ദേവീ ജിഹ്വാഗ്രത്തിൽ സദാ സരസ്വതി സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഇത് അലങ്കാരവൃത്തം. അപ്പം നമുക്കൊന്നും കൂടെ വായിച്ച അർത്ഥം ഒന്നുകൂടെ നോക്കാം. അവിശ്രാന്തം പത്യോർഗുണഗണകഥാമേഡ്രന ജപാ പുഷ്പച്ഛായ തവ ജനനി ജിഹ്വാ ജയതി സാ യഥാഗ്രാസീനായാഹ സ്ഫടികദൃഷദച്ഛവിമയീ സരസ്വത്യാമൂർത്തി പരിണമതി മാണിക്യവപുഷാ. അല്ലയോ ലോകമാതാവേ, ജഗന്മാതാവേ, ജഗത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണ് ദേവി. സദാസമയത്തും എപ്പോഴും നിരന്തരം വിശ്രമമില്ലാതെ അവിശ്രാന്തം സ്വഭർത്താവായ പരമശിവൻ്റെ ത്രിപുര വിജയ കഥ മുതലായ ആ ഭഗവാന്റെ ഗുണഗണങ്ങളുടെ കഥകളെ വീണ്ടും വീണ്ടുമുള്ള ഉച്ചാരണമാകുന്ന ജപത്തോടും, അതായത് ദേവനെ പറ്റി ഇടതടവില്ലാതെ നിരന്തരം ജപിച്ചു കൊണ്ടിരിക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ കാന്തി പോലെയുള്ളതും ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറും ശോഭയും ഓടും കൂടിയ നിന്തിരുവടിയുടെ രചന, ആ ദേവിയുടെ നാവ് സർവോത്കർഷേണ വർത്തിക്കുന്നു, ഉത്കർഷമായി വർത്തിക്കുന്നു. അതായത് ഈ രസനയുടെ അഗ്രത്തിൽ, ഈ നാവിൻ്റെ അഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സരസ്വതീ ദേവിയുടെ ആ സ്ഫടികം പോലെ അതിനിർമ്മലമായ ശരീരം പത്മരാഗമയമായി പരിണമിക്കുന്നു എന്ന് അർത്ഥം. ശുദ്ധ സ്ഫടിക സങ്കാശമായ ആ സരസ്വതീ ദേഹം രസനാരാഗവ്യാപ്തിയാൽ പത്മരാഗ സങ്കാശമായി ഭവിക്കുന്നു, ശുദ്ധ രക്തവർണ്ണമായി ഭവിക്കുന്നു. ദേവീ ജിഹ്വാഗ്രത്തിൽ സദാ സരസ്വതി സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ അർത്ഥം. അപ്പം ഇവിടെ ഇത് അലങ്കാരമാണ്, വൃത്തം. ഒരിക്കൽ കൂടി വായിക്കാം. അത ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിതം സൗന്ദര്യലഹരി സ്തോത്രേ ശ്ലോക 64. അവിശ്രാന്തം പത്യുർഗുണഗണകഥാമേഡ്രന ജപാ പുഷ്പച്ഛായ തവ ജനനി ജിഹ്വാ ജയതി സാ യഥാഗ്രാസീനായാഹ സ്ഫടികദൃഷദച്ഛവിമയീ. ചവി എന്ന് പറഞ്ഞാൽ ശോഭയെന്നും നിഴലെന്നും ഒക്കെ അർത്ഥമുണ്ട്.
ദൃഷതം കല്ലാണ്. സരസ്വത്യാമൂർത്തി, സരസ്വതി ദേവിയുടെ മൂർത്തി പരിണമതി, പരിണമിക്കുന്നു, ചുവക്കുന്നു എന്നർത്ഥം. മാണിക്യവപുഷ, ആ റൂബിയുടെ പത്മരാഗ വർണ്ണമുള്ള മാണിക്യക്കല്ലിൻ്റെ പ്രഭയോടുകൂടി ചുവന്ന് പരിണമിക്കുന്നു എന്ന് അർത്ഥം. അവിശ്രാന്തം പത്യുർഗുണഗണകഥാമേട്രന ജപാപുഷ്പച്ഛായ തവ ജനനി ജിഹ്വാ ജയതി സാം. യഥാഗ്രാസീനായാഹ സ്ഫടികദൃഷദച്ഛവിമയീ സരസ്വത്യാമൂർത്തി പരിണമതി മാണിക്യവപുഷാം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സൗന്ദര്യലഹരി സ്തോത്ര പഠനം അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നവരെ ഹരിയും സകലം ശ്രീ ദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ. അപരാധസഹസ്രാണി ക്രിയന്തേ നിശമ്മയ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി. ഇത് 2 പാർട്ടായിട്ടാണ് ചൊല്ലിയിരിക്കുന്നത്, ഒന്നിച്ചു പോകുന്നില്ല. അതുകൊണ്ടാണ്. ഹരിയും